അതിജീവനം എന്ന വാക്കിനെ കേരള രാഷ്ട്രീയത്തിൽ സ്വജീവിതം കൊണ്ട് നിർവചിച്ച നേതാവായിരുന്നു വി.എസ്. അച്യുതാനന്ദൻ. കേരളത്തിലെ കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തിന് എക്കാലത്തും പകരം വയ്ക്കാൻ കഴിയാത്ത നേതാവ് കൂടിയായിരുന്നു വി.എസ്. 7ാം ക്ലാസ് വരെ മാത്രം പഠിക്കുകയും തയ്യൽ തൊഴിലാളിയായി ഉപജീവനം തേടുകയും ചെയ്ത വേലിക്കകത്ത് ശങ്കരൻ അച്യുതൻ ഇന്ത്യയിലെ എണ്ണം പറഞ്ഞ രാഷ്ട്രീയ നേതാവായി മാറിയത് ആരെങ്കിലും കൈപിടിച്ചുയർത്തിയതുകൊണ്ടല്ല, മറിച്ച് നിരന്തരമായ പോരാട്ടങ്ങളിലൂടെയും കലഹങ്ങളിലൂടെയുമാണ് വി.എസ്. ജനമനസ്സുകളിൽ ചിരപ്രതിഷ്ഠ നേടിയത്. എക്കാലത്തും എതിരാളികളായിരുന്നു വി.എസിനെ വി.എസ്. ആക്കി മാറ്റിയത്. 2 തോളും അല്പം മേൽപോട്ടാക്കി പാർട്ടിക്കകത്തും പുറത്തുമുള്ള എതിരാളികളെ തള്ളിമാറ്റിക്കൊണ്ടാണ് വി.എസ്. മുന്നിൽ നിന്ന് പട നയിച്ചത്. തൊഴിലാളികളെ സംഘടിപ്പിച്ച് ജനകീയ മുന്നേറ്റങ്ങളിലൂടെ ജനകീയ നേതാവായി മാറിയ വ്യക്തിയായിരുന്നു വി.എസ്. വി.എസ്. രാഷ്ട്രീയ രംഗത്ത് സജീവമല്ലാതിരുന്ന കാലത്താണ് എതിരാളികൾ പോലും വി.എസിനെ ശരിക്കും മനസ്സിലാക്കിയത്. ഓരോ വിഷയങ്ങൾ ഉയർന്നു വരുമ്പോഴും അതിനെയെല്ലാം വി.എസ്. തന്മയത്വത്തോടെ നേരിട്ടത് ഏവരും ഉറ്റുനോക്കുന്നു. 2016 നിയമസഭാ തെരഞ്ഞെടുപ്പിന് ശേഷം പിണറായി വിജയനെ മുഖ്യമന്ത്രിയാക്കി പാർട്ടി തീരുമാനിച്ചെങ്കിലും എപ്പോഴും വി.എസ്. എന്ന ക്രൗഡ് പുള്ളർ പാർട്ടിക്ക് അനിവാര്യമായിരുന്നു. കേരളത്തിലെ തെരഞ്ഞെടുപ്പ് പ്രചരണ വേദികളിൽ ആ നീട്ടിക്കുറുക്കിയ മൂർച്ചയേറിയ പ്രസംഗം പ്രവർത്തകരെ എപ്പോഴും ആവേശഭരിതരാക്കിയിരുന്നു. രാഷ്ട്രീയ എതിരാളികളെ മർമ്മത്ത് നോക്കി അടിക്കാൻ വി.എസിനെ പോലെ ഇത്രയും വൈഭവമുള്ള ഇടതുപക്ഷ നേതാക്കൾ ഉണ്ടായിരുന്നില്ല. തൻ്റെ ഉറ്റ അനുയായിയായിരുന്ന ടി.പി. ചന്ദ്രശേഖരനെ സ്വന്തം പാർട്ടിക്കാർ കൊന്നുകളഞ്ഞത് വി.എസിനെ ഏറ്റവും വേദനയുണ്ടാക്കിയ സന്ദർഭമായിരുന്നു. പാർട്ടി വിലക്കുകളെല്ലാം ലംഘിച്ച് ടി.പി. ചന്ദ്രശേഖരൻ്റെ ഭാര്യ കെ രമയെ സന്ദർശിച്ചുകൊണ്ടായിരുന്നു വി.എസിൻ്റെ മധുര പ്രതികാരം. വി.എസിനെ നന്നായി അറിയാവുന്നവരിൽ പിണറായി വിജയനെ പോലെ മറ്റൊരാൾ ഉണ്ടാകില്ല. അതിനാലാകാം വി.എസിനെ CPMൻ്റെ മൂലധനം എന്ന് വിശേഷിപ്പിക്കാൻ പിണറായി വിജയൻ തയ്യാറായതും. എക്കാലത്തും CPMൻ്റെ മൂലധനം തന്നെയായിരുന്നു വി.എസ്. അച്യുതാനന്ദൻ. എക്കാലത്തും സമൂഹത്തിലും രാഷ്ട്രീയ എതിരാളികൾക്ക് മുന്നിലും പൊതുജനമധ്യത്തിലും മൂലധനം തന്നെയായിരുന്നു വി.എസ്. അച്യുതാനന്ദൻ. ഷഹീന ന്യൂസ് ബ്യൂറോ, തിരുവനന്തപുരം.